السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഖുർആൻ വിളിക്കുന്നു എന്ന ഹെഡിങ്ങിൽ പഠന പരിപാടി ആരംഭിച്ചു. അൽമനാർ എന്നാണല്ലോ നമ്മുടെ പേര്. എന്താ അൽമനാർ എന്ന അർത്ഥം? അൽമനാർ എന്നാൽ അർത്ഥം എന്താണ്? പ്രകാശ അതിന്റെ ബാക്കി കൂടി പറഞ്ഞോളി. കുറച്ചും കൂടി പറയും. നാർ, നൂർ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നാറ് തീയാണ്, നൂറ് വെളിച്ചമാണ്. നൂറിൻ്റെതാണ് മനാർ. മനാർ എന്നാൽ എവിടുന്നാണോ പ്രകാശം വരുന്നത് ആ സ്ഥലം. വിളക്കുമാടം ആകാം, വിളക്ക് ആകാം, എല്ലാം ആകാം. മനാർ. മനാറിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് അതിരുകൾ. സ്ഥലത്തിന്റെ അതിരിന് മനാർ എന്ന് പറയും. ഇവിടെ നമ്മൾക്ക് വെളിച്ചം വിതരണം ചെയ്യുന്ന കേന്ദ്രമായാണ് അൽമനാർ. മൊബൈലൊന്ന് സൈലന്റ് ആക്കിക്കൊള്ളി. മിണ്ടാൻ പാടില്ല എന്ന് പറയും മൊബൈലിനോട്. സൈലന്റ്. ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പിടിക്കാം, റെക്കോർഡ് ചെയ്യാം ആവശ്യമുള്ളവർക്ക്. അപ്പൊ അത് 1000-ആയി 10,000-ആയി ലക്ഷമായി മാറുകയാണ്. എല്ലായിടത്തേക്കും അത് എത്തുകയാണ്. അതാണ് അൽമനാർ. അൽമനാർ മസ്ജിദും അൽമനാർ സെന്ററും അൽമനാർ പത്രവും മാസികയും ഒക്കെ നമ്മുടെ ഇന്നലെ ഇന്ത്യൻ പത്ര ദിനം ആയിരുന്നു. പഴയകാല പത്രങ്ങളിൽ ഒന്നാണ് അൽമനാർ. പഴയകാല പത്രങ്ങളൊക്കെ തുടങ്ങിയത് നമ്മുടെ നെടുനായകന്മാരായ ഇസ്ലാഹി പണ്ഡിതന്മാരാണ്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പത്രമൊക്കെ വായിക്കാൻ, അൽമനാറും വിചിന്തനവും ഒക്കെ വായിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതിൽ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഒന്ന് എഴുതിയെടുക്കാൻ, എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒന്ന് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യാൻ ഒക്കെ നമുക്ക് ആകേണ്ടതുണ്ട്, താല്പര്യമുണ്ടാകേണ്ടതുണ്ട്, ഒഴിവുണ്ടാകേണ്ടതുണ്ട്. ഒഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. സമയം 24 മണിക്കൂർ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. അല്ലാഹുവെ അനുഗ്രഹിക്കണം. എന്നും എപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾ, ജീവിതത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ പലതാണ്. വിചാരിച്ച പോലെ അല്ലെങ്കിൽ അതിലും അപ്പുറം കാര്യങ്ങളൊക്കെ നടക്കും. ചിലപ്പോൾ ലേശം കുറയും. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇത്ര ആളുകൾ പങ്കെടുക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ഒരു വിചാരം ഉണ്ട്. കൂടും കുറയും. അപ്പോ കൂട്ടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടിയ ഈ വെളിച്ചം നമ്മുടെ ഈ സെന്ററിന്റെ പേര് അർത്ഥവത്താക്കുന്നത് പോലെ നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പൊ ക്ലാസ്സിൽ എത്ര ആൾ പങ്കെടുത്തു? 1,00,000 ആള്, 1000 ആള്, 10,000 ആള്. അതിനെന്താ വേണ്ടത്? കേൾക്കുന്ന ആയത്തുകളും ഹദീസുകളും നമ്മൾ മനസ്സിൽ അല്ലെങ്കിൽ കടലാസിൽ അല്ലെങ്കിൽ മൊബൈലിൽ കുറിച്ചു വെക്കുന്നു. അത് ആളുകൾക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് പൂർത്തിയാകുന്നു, അതിലപ്പുറത്തേക്ക് എത്തുന്നു. ഇത് എന്നും എവിടെയും. നാളെ വെള്ളിയാഴ്ചയാണ്.
പ്രത്യേകമായ വിഷയങ്ങൾ ഇമാം ഖത്തീബ് സംസാരിക്കും. അപ്പൊ അത് കലക്കുട്ടിയെ ആലോചിച്ച് വെക്കണം. ഇന്ന വിഷയം ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അത് കേൾക്കേണ്ട കുറച്ച് ആൾക്കാർ, അത് അറിയേണ്ട കുറച്ച് ആൾക്കാർ, അപ്പൊ അത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു അക്ബർ. പലിശ പരിശുദ്ധ ഖുർആനിൽ ബഖറ 275 മുതൽ 280 വരെ പലിശയെ പറ്റിയാണ്. ആല ഇമ്രാൻ 130, 131, 132 പലിശയെ കുറിച്ചാണ്. പിന്നെ സൂറത്ത് റൂമിലുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ലോകത്ത് പലിശയില്ലാത്ത ബാങ്കുകൾ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഇസ്ലാം. ഹിന്ദു ബാങ്ക് എന്ന് പറഞ്ഞാൽ പലിശയില്ല എന്നർത്ഥം ആർക്കെങ്കിലും മനസ്സിലാകാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ ആ രീതിയിലേക്ക് ലോകം മാറും. അതായത് നമ്മുടെ രാജ്യത്തെ, ലോകത്തെ 300-ലധികം ലീഡിംഗ് ബാങ്കുകളിൽ പലിശയില്ലാത്ത കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഇസ്ലാമിക് വിൻഡോ എന്നാണ്. അതിന്റെ കാരണം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലിശയില്ല. അപ്പൊ മുസ്ലിം പലിശ വാങ്ങുമോ? മുസ്ലിം പലിശ കൊടുക്കുമോ? മുസ്ലിം പലിശയുടെ കണക്കെഴുതുമോ? മുസ്ലിം പലിശക്ക് സാക്ഷിയാകുമോ? ഇല്ല. അതാണല്ലോ ഇസ്ലാമിക് വിൻഡോയുടെ അർത്ഥം. അപ്പൊ അങ്ങനെ തന്നെയാണ് കരുനാഗപ്പള്ളിയിലെ കടകളിൽ, കമ്പോളങ്ങളിൽ, വാഹനങ്ങളിൽ, വീടുകളിൽ മുസ്ലിങ്ങൾ പലിശയില്ലാതെയാണ് കൈകാര്യം ചെയ്യുന്നത്. മുസ്ലിങ്ങൾ പലിശ തൊടുകയില്ല. ജാതിയല്ല, പിന്നെയോ അത് നിഷിദ്ധമായതുകൊണ്ടാണ്. അത് നിഷിദ്ധമായതുകൊണ്ടാണ്. അപ്പോൾ ഈ ആയത്തുകൾ നമ്മുടെ ലോകത്താര് പലിശ വാങ്ങുകയോ കൊടുക്കുകയോ കണക്കെഴുതുകയോ സാക്ഷി നിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാം. അല്ലാഹുവേ അനുഗ്രഹിക്കട്ടെ. ആ ആയത്തുകൾ എഴുതുന്ന കൈകൾ, അത് കേൾക്കുന്ന കാതുകൾ, അത് വായിക്കുന്ന കാതുകൾ, അത് എത്തി പരിശോധന നടത്തുന്ന തലച്ചോറുകൾ, അത് സ്വീകരിക്കുന്ന മനസ്സുകൾ എല്ലാം അനുഗ്രഹീതമാണ്. കഴിഞ്ഞ ആഴ്ച 40 ആയത്തുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓതുകയുണ്ടായി. കുറച്ചെങ്കിലുമൊക്കെ അല്ല, എല്ലാ കാര്യങ്ങളും ഏതാണ്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. സത്ത നമുക്ക് നിലനിൽക്കും. അതുകൊണ്ടാണ് തഖ്വ കൂടുന്നത്, ഈമാൻ, ഖിലാസ് ഒക്കെ വർദ്ധിക്കുന്നത്. അല്ലാഹുവേ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഖുർആനെ കുറിച്ചുള്ള ഖുർആന്റെ പരിചയപ്പെടുത്തലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറെ ഭാഗം നടത്തിയത്. അള്ളാഹു അരുളുകയാണ്, 41-ാമത്തെ അധ്യായം ഖസസ് 44-ാമത്തെ ആയത്ത്, ഖദ് ജാഅക്കും മിർ റബ്ബിക്കും മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം വന്നു കിട്ടിയിട്ടുണ്ട്. ഉപദേശം, കിനിഞ്ഞിറങ്ങുന്ന മധുരതരമായ ലളിതമായ, നമ്മുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്ന ഒരു രീതിയാണ് ഉപദേശം എന്ന വാക്കിനുള്ളത്. ഉപദേശം എന്നത് ഒരു സാധാരണ കൽപ്പനയല്ല, വിലക്കല്ല. പിന്നെയോ അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അതല്ലേ, ഇതല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്ന് തലകുലുക്കി സമ്മതിപ്പിക്കുന്ന രീതിയാണ് മൗഇലത്ത്. പിന്നെന്താ പറഞ്ഞത്? ഹൃദയങ്ങളിലുള്ളതിന് ശമനമാണ്. ഹൃദയങ്ങളിൽ എന്താ ഉള്ളത്? ഹൃദയങ്ങളിൽ എന്താ ഉള്ളത്? രോഗം. രോഗത്തിന്റെ ശമനമാണ് ഖുർആൻ. ഖുർആനിലെ ഓരോ ആയത്തുകളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില രോഗങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. മൂന്നാമതായി ഇതിൽ പറഞ്ഞത് വഹുദൻ, സന്മാർഗമാണ്, വറഹ്മ, കരുണയാണ്. അല്ലാഹു അക്ബർ. ശരി,
നമ്മുടെ സന്തോഷത്തിന്റെ എണ്ണം നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്. അതെന്താ? ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി. അറിയണം, അറിയണം, പറയണം. എന്ത്? നിങ്ങള് അള്ളാഹുവിന്റെ റഹ്മത്തും ഫദലും കൊണ്ടാണിത്. ഫബിദാലിക ഫല്യഫ്റഹു. അവരതുകൊണ്ട് സന്തോഷിക്കണം. ഖുർആൻ മനസ്സിലായാലുള്ള സന്തോഷം. ഖുർആൻ എവിടെയോ ഇറങ്ങി. എവിടെ ഇറങ്ങിയത്? എവിടെ ഇറങ്ങിയത്? ആദ്യം ഇറങ്ങിയത് ഹിറാ ഗുഹയിലാണ്. എത്ര ആയത്താ ഇറങ്ങിയത്? 6 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്അ. അപ്പോ കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഖുർആൻ ഓതിയിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഖുർആൻ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവും. ഇഖ്റ. കണ്ണില്ലാതെയും കാഴ്ചയില്ലാതെയും വിളക്കില്ലാതെയും വെളിച്ചമില്ലാതെയും അക്ഷരമറിയാതെയും നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ് ഇഖ്റ. പാരായണം ചെയ്യുക. ഇരുട്ടത്ത് ഹിറാ ഗുഹയിൽ, അവിടെ അന്ന് വെളിച്ചമില്ല, എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. എങ്കിലും ആ പണി അവിടെ നടന്നു. അതെന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ ഖുർആനിലെ എത്ര ആയത്തുണ്ടെന്നാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? ഉറക്കെ 6236 ആയത്തുകളും റസൂലുള്ളാഹി ഓതിയത് അക്ഷരം വായിക്കാൻ അറിയാതെയാണ്. പക്ഷേ അർത്ഥം അറിഞ്ഞു, ആശയം അറിഞ്ഞു. അതിന്റെ വെളിച്ചം നൽകുന്ന അൽമനാറായി മസ്ജിദുൻ നബവി മാറി. മക്കത്ത് ദാറുൽ അർഖം റളിയല്ലാഹുവിന്റെ വീട് മാറി. എല്ലാ വീടുകളും മാറി. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടുമുറ്റത്തുണ്ടാക്കിയ മസ്ജിദിൽ ഖുർആൻ ഓതിയപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ തടഞ്ഞത്. കാരണം അടുത്തടുത്ത വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളുമൊക്കെ ഈ ഖുർആൻ കേൾക്കാൻ വരാൻ തുടങ്ങി. എന്താ ഖുർആൻ കേട്ടാൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ട്. എന്താ അർത്ഥം മനസ്സിലാവും? അർത്ഥം മനസ്സിലായാൽ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന ഇസ്തിഗാസ നിർത്തിവെച്ച് അള്ളാഹുവെ കാക്കണേ എന്നായി മാറും. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിനെ ഷഹാദത്ത് അവർ ചെയ്യും. അത് ഭയന്നാണ് അവർ അത് ചെയ്തത്. അതുകൊണ്ടാണ് ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാറ്റം എന്താണ്? ഖുർആൻ അർത്ഥം അറിയണം. കരുനാഗപ്പള്ളിയിൽ ഒരു വയോജന അറബിക് കോളേജ് തുടങ്ങണം. ആ അറബിക് കോളേജിൽ എത്ര വയസ്സായി? 69, 70 വയസ്സായി. മോനെ എത്ര വയസ്സായി? നിന്നോട് 11 മുതൽ 70 വരെ വയസ്സുള്ള വിദ്യാർത്ഥികൾ ആ വയോജന അറബിക് കോളേജിൽ പഠിക്കുന്നു. നമുക്കെപ്പോഴാ സൗകര്യം? അപ്പോൾ തുറക്കുന്നു, അവിടെ നമ്മൾ ഇരിക്കുന്നു. എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ഖൈറുൽ കലാമി, ബാക്കി പറയും, കലാമുല്ലാഹ്, ഏറ്റവും നല്ല വചനം അള്ളാഹുവിന്റെ വചനം. നമ്മൾ ABCD പഠിക്കാൻ, പഠിക്കാൻ സ്കൂളിൽ എത്ര കൊല്ലം പഠിച്ചു? 10. പിന്നെത്ര പഠിച്ചു? 2. പിന്നെത്ര പഠിച്ചു? 5. 17 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം ഒരു സാധാരണ ആൽഫബറ്റ്, അതിന്റെ അപ്പുറവും ഇപ്പുറമുള്ള 2, 4 തുടങ്ങിയ കാര്യങ്ങൾ, അടിസ്ഥാന പാഠങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് തുൻജീകും മിൻ അദാബിൻ അലീം. എന്നർത്ഥം വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന, അല്ലെ, ആ ആശയത്തിനാണ് നമ്മൾ ഈ സ്ഥാപനം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ തളിരിട്ട് നിൽക്കേണ്ട, തളം കെട്ടി നിൽക്കേണ്ട, വഴിഞ്ഞു ഒഴുകേണ്ട, ജ്വലിക്കുന്ന ജാജ്വല്യമാനമായ തിളക്കമേറിയ തെളിച്ചമേറിയ ഒരു ആശയമാണിത്. മൗഇദത്താണ്, സതുപദേശമാണ്, ശിഖയാണ്, രോഗശമനമാണ്, ഹുദയാണ്, സന്മാർഗമാണ്,
റഹ്മത്താണ്, കരുണയാണ്. 4 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം എന്നാണ് പറഞ്ഞത്. 10-ാമത്തെ അധ്യായമായ സൂറത്ത് യൂനുസ്, ആ യൂനുസിലെ 56, 57 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. 57-ാമത്തെ ആയത്തിലാണ് പറയുന്നത് എന്ത്? അവര് സന്തോഷിക്കട്ടെ. അവര് സമ്പാദിച്ചതിൽ വെച്ച് ഏറ്റവും ഏറ്റവും ഉത്തമമായതാണ്. എത്രണ്ട് ബാങ്കിൽ അക്കൗണ്ട്, എത്ര സ്ഥലമുണ്ട് പറമ്പില്, എത്ര കച്ചവടമുണ്ട്, കൃഷിയിൽ ഏർപ്പാടുണ്ട്, അതൊക്കെ ഉണ്ട്. അതിനേക്കാളും ഒക്കെ ഹൈറ് ഇതാണ്, ഈ ഖുർആൻ പഠനമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ രാത്രി ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സഹോദരന്മാരുമായി കൂടിയാലോചിക്കുന്നു, എന്താണ് മാർഗം? ഖൈർ. അല്ലാഹു അക്ബർ. തൗബ 36-ാമത്തെ ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, പണ്ഡിത പുരോഹിതന്മാരിൽ, മർത്തബ മെത്രാപ്പലി, സഖാവിൽ ഖുദാത്ത്, സുൽത്താനുൽ ഔലിയ എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ആൾക്കാർ അധികം പേരും, മുഴുവനല്ല അധികം പേരും എന്താണ്? അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുന്നവരാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുവേ, ഞങ്ങളെ അതിന് രക്ഷിക്കണം. അന്യായമായി തിന്നോ എന്ന ആ വിഷയം നമുക്കുണ്ടാകരുത്. വയസുദ്ദൂന അൻ സബീലില്ല, അല്ലാഹുവിൽ നിന്ന് അവർ ജനങ്ങളെ തടയും. മൊഹിദ്ദീൻ ഷേഖ് ഓക്കെ, ഈസാ നബിയെ ഓക്കെ, മറിയം ബീവിയെ ഓക്കെ, ഒച്ചുറപ്പാപ്പ ഓക്കെ, അമ്പർത്തങ്ങളെ ഓക്കെ, അല്ലാഹുവേ എന്നതിനപ്പുറം അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അതാണ് അള്ളാഹുവിൽ ഒഴിയത്. അള്ളാന്റെ മാത്രം പേര് പറഞ്ഞാൽ അല്ലെ, അവരുടെ മുഖം നനച്ചുപോയി. അള്ളാഹു അല്ലാത്തവരുടെ പേര് പറയുമ്പോഴോ ഇതാകും വല്ലാത്ത സന്തോഷം അല്ലേ? പ്രസംഗത്തിലൊക്കെ മൊഹിദ്ദീൻ ഷേഖ് എന്ന് പറയുമ്പോ എന്നൊക്കെ അവര് ആവേശത്തോടു കൂടി, അല്ലാഹ് ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് സത്യല്ലേ, അല്ലേ? ആണ്. എങ്കിൽ ഈ സത്യത്തിൽ നമ്മൾ അവരുടെ ഇടയിൽ കൂടെ ചെല്ലണം, ഈ സത്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകേണ്ടത് ഇതിനാകണം. അതിനുവേണ്ടി നമുക്ക് ഒരു അറബി കോളേജ് ആരംഭിക്കണം, വയോജന അറബി കോളേജ് ആരംഭിക്കണം. അപ്പോൾ സന്തോഷം, ഖുർആൻ അറിഞ്ഞ സന്തോഷം നമ്മൾ എവിടെ കാണിച്ചത്? റമളാനിൽ. ശഹ്റു റമളാൻ അല്ലെ പറഞ്ഞതാണ്. ബഖറ 100 എത്രയാണ്? 165. അപ്പൊ എന്താ ചെയ്യുന്നത്? നോമ്പ് നോൽക്കുന്ന ഒരു മാസക്കാലം. പക്ഷേ ആ ഒരു മാസക്കാലം നോമ്പ് നോൽക്കുമ്പോ നമുക്ക് ഓർമ്മ ഉണ്ടോ ഇത് ഖുർആൻ അറിഞ്ഞതിന്റെ സന്തോഷമാണ്? നോമ്പ് നോൽക്കുന്നുണ്ട്, ഫർളാണ്, നിർബന്ധമാണ്. പക്ഷെ അത് ഈ സന്തോഷമാണെന്നൊരു ഓർമ്മ ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കുക. അപ്പൊ ആ ഒരു രസം, രുചി, അത് നമുക്ക് കിട്ടുന്നത് അർത്ഥം അറിയുമ്പോഴാണ്. ഓതുമ്പോൾ അതിന്റെ അർത്ഥം അറിയുമ്പോഴാണ് ഇരട്ടി മധുരമാണ് ആയി വരുന്നത്. അല്ലാഹു അക്ബർ. കേട്ടോ? അപ്പോ ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. ബഖറയിൽ നമ്മൾ കേട്ടു ഒരു സൂറത്ത്, 10 സൂറത്ത്, ഒരു കിതാബ് തന്നെ കൊണ്ടുവരൂ, അല്ലെ? അല്ലാഹു അക്ബർ. യൂനുസിലും 37, 38 ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോ അവരത് ശ്രമിക്കാതിരിക്കുകയല്ല. ഒരു ഫയൽമാൻ, മെലിഞ്ഞുണങ്ങിയ ആരോഗ്യമില്ലാത്ത ഒരാളോട് വെല്ലുവിളിക്കുമ്പോൾ അതിൽ അർത്ഥമുണ്ടോ?
ഉണ്ടോ? ഇല്ല. എന്നാൽ രണ്ട് വിഷയമാണ് ഈ വെല്ലുവിളിയിലുള്ളത്. ഒന്ന് നോട്ട് ചെയ്യണേ. ഒന്ന്, എഴുതാനും വായിക്കാനും അറിയാത്ത നബിയാണ് എഴുതാനും വായിക്കാനും അറിയുന്ന സാഹിത്യ കലാവല്ലഭന്മാരായ ഉഗ്രപ്രതിഭകളായ നിമിഷ കവികളായ ആ അറബി ജനതയോട് വെല്ലുവിളിക്കുന്നത്. അപ്പൊ അതിന് പ്രസക്തി ഉണ്ട് അല്ലെ? ഇരട്ടി പ്രസക്തി ഉണ്ട്. കാരണം തമ്മിൽ കഴിവുള്ള ആളുകൾ തമ്മിൽ ആണല്ലോ മല്ലയുദ്ധം നടത്തുക, അല്ലെ? അല്ലെ? അപ്പോ ഇത് ഒരു കഴിവുമില്ലാത്ത ഒരാള് കഴിവുള്ള ആളെ വെല്ലുവിളിക്കുമ്പോ അതിലെന്തോന്നുണ്ട്. രണ്ടാമത് ഈ വാക്കുകളൊക്കെ ഈ 28 അക്ഷരങ്ങൾ തന്നെയാണ്, ഈ അറബി ഭാഷ തന്നെയാണ്. അതവരുടെ നിത്യജീവിതത്തിലെ ഭാഷയാണ്, അല്ലെ? അപ്പോ അതിൽ വെല്ലുവിളിക്കുമ്പോൾ പ്രസക്തിയുണ്ട്. അറബിയുടെ സ്വഭാവം 200 വരി കവിത അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അടുത്ത സെക്കൻഡിൽ അവർ അത് അങ്ങോട്ട് തന്നെ പറഞ്ഞുതരും. ഇതുവരെ കേൾക്കാത്തതാണ്, പക്ഷെ അവർ പറഞ്ഞു. അവരെ ബുദ്ധി അപാരമാണ്. നിമിഷ കവി എന്ന് പറഞ്ഞാൽ അറിയല്ലോ അല്ലെ? അപ്പ കവിത ഉണ്ടാക്കുക. ചെറിയ കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ പാടുന്നത് അത് അർത്ഥമില്ലാത്ത വാക്കുകളാണ്, അർത്ഥമില്ലാത്ത അക്ഷരങ്ങൾ. മൊബൈലിൽ സൈലന്റ് ആക്കാൻ പറഞ്ഞത് കേൾക്കാത്ത 1-2 ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പോഴാണ് കേട്ടത്. ഓക്കെ, ഗ്രഹിക്കണം. അപ്പോൾ ഇതല്ല. പിന്നെയോ മകളെ കല്യാണം കഴിച്ചയക്കുമ്പോ ഉപദേശിക്കാനുള്ളത് അറബി കവിതയിലാണ്. വണ്ടി കളിക്കുമ്പോ കഴുതാ കുതിര ഒട്ടകം കളിക്കുമ്പോ അവർ പെട്ടെന്ന് പാട്ടുണ്ടാവും. അങ്ങനെ പാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ 1 കൊല്ലം കൊണ്ടൊരു കവിത ഉണ്ടാക്കും. അഥവാ എന്നും അത് മിനിക്ക് തേച്ച് തെറ്റിരുത്തി അങ്ങനെ ഉഷാറാക്കിയിട്ട് 1 കൊല്ലം, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് തെരഞ്ഞെടുത്തിട്ട് എവിടെ കെട്ടിത്തൂക്കും? എവിടെ? കഅബയിൽ. അതിന്റെ പേരെന്താ? അൽ മുഅല്ലഖാത്ത്, കെട്ടിത്തൂക്കപ്പെട്ടത്. അത് 7 ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട് കേട്ടാ. 4-1 കള്ളാണ്, 4-1 പെണ്ണാണ്, 4-1 യുദ്ധമാണ്. പിന്നെ ബാക്കിയാണ് കുറച്ചെന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ അതിന്റെ ആ സാഹിത്യ ഗാംഭീര്യം അവരോടാണ് വെല്ലുവിളിക്കുന്നത്. എന്നിട്ടോ കഴിഞ്ഞില്ല. എന്ത് കഴിയാഞ്ഞത്? ഈ സാധുവായ മനുഷ്യനോട് മല്ലയുദ്ധം നടത്തി തോൽപ്പിക്കാൻ കഴിയാൻ എന്തുകൊണ്ട്? അത് നബിയുടേതല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ അബൂജഹൽ മുസ്ലിം ആകൂലെ? അബൂലഹബ് എന്താ അള്ളാഹു അരുളിയത്? എന്താണ് അരുളിയത്? പറയൂ. അബൂലഹബ് ഉറക്കെ പറയൂ. എന്താ ഒരു ഉണർവില്ലാത്തത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബ് വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب വംറഅതുഹു ഹമ്മാലത്തൽ ഹത്തബ് ഫീ ജിദിഹാ ഹബ്ലുൻ മിൻ മസദ്. അതെല്ലാവർക്കും അറിയാം. മാഷാ അല്ലാഹ്, അല്ലെ? ഇത് കേട്ടപ്പോ അബൂലഹബിന് ഒരു ഐഡിയ. ഞാനെന്നാണ് മുസ്ലിമായ മുഹമ്മദ് തകർന്നു, ഇല്ലേ? പക്ഷെ അത് അബൂലഹബിന് പോലും തോന്നിയില്ല. കാരണം തോന്നുമോ ഇല്ലേ എന്നറിയാവുന്നവനായ റബ്ബാണ് ഈ സൂറത്ത് ഇറക്കിയത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതൻ തന്നെയാണെന്നതിനുള്ള ലക്ഷക്കണക്കിന് തെളിവുകളിൽ ഒന്നാണത്. അല്ലാഹു അക്ബർ. മനോഹരമായ വിഷയമാണ് ഖുർആൻ. ഈ ഖുർആൻ നമ്മളെ വിളിക്കുക. ഖുർആനെ കുറിച്ച് തന്നെ ഒരുപാട് ആയത്തുകളാണ്, 180-ലധികം ആയത്തുകൾ ഖുർആനെ കുറിച്ച് തന്നെയാണ്. ഇതിന്റെ ബാക്കിയുള്ള വിഷയം അല്ലേ? അപ്പോ കാര്യത്തിന്റെ കഴമ്പ് കണ്ടെത്തി നമ്മൾ അവിടേക്ക് ആൾക്കാർ ക്ഷണിക്കണം. അതിനു മുമ്പ് നമ്മൾ നമ്മളെ ഒന്ന് വിളിക്കണം. നമ്മളെ മറ്റുള്ളവരല്ലേ ക്ഷണിക്കല്, അല്ലേ? അങ്ങനല്ലേ? ആണ്. എന്നാൽ നമ്മൾ നമ്മളെ ഒന്ന് ക്ഷണിക്കണം. വാ, ഇരിക്ക്, നമുക്കൊന്ന് ഖുർആൻ പഠിക്കുക, നമുക്കൊന്ന് നബിചര്യ പഠിക്കുക, ഇന്ന സൂറത്തൊന്ന് പഠിക്കുക.
സഹാബത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? 10 വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഹിയ്യത്ത് നിസ്കരിച്ചല്ലേ? ഇല്ല ഇല്ല, ഒന്ന് നിസ്കരിച്ചു, കുഴപ്പമില്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ? തഹിയ്യത്ത് നിസ്കരിക്കാതെ തഹിയ്യത്ത് നിസ്കരിക്കണം ആദ്യം, വേണ്ടേ? അപ്പോ എന്താ പറഞ്ഞത്? നമുക്കൊന്ന് ഈമാൻ കൊള്ളുക. സഹാബത്ത് എന്താ ചെയ്തിരുന്നത്? 10 ആയത്ത് കേട്ടാൽ അത് പഠിച്ചിട്ട് പിന്നെ അടുത്ത 11ാമത്തെ ആയത്തേക്ക് പോവുകയുള്ളൂ. അതിന്റെ അർത്ഥം, അതിന്റെ ആശയം, അതിന്റെ സബബുൻ നുസൂൽ, അവതാരണ കാരണം, അതൊക്കെ അവര് മനസ്സിലാവും അല്ലേ? എന്തായിരുന്നു അവരെ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. മസ്ജിദ് നബവിയിലെ നമ്മളെ ഈ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അവർക്ക് വഴിയൊന്നും ഇറങ്ങുന്നില്ല. അവരിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ട്. കോപം, വിഷമം, ദുഃഖം, കരച്ചില് കണ്ട് അല്ലേ? അവർ തമ്മിൽ വലിയ ശണ്ഠകൾ നടന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവരുടെ വർഗീയത ആളിക്കത്തുമായിരുന്നു. കൊല്ലാനുണ്ട് വരിക, തല്ലാനുണ്ട് വരിക, അങ്ങനെയൊക്കെയായിരുന്നു. മെല്ലെ 10ാമത്തെ അധ്യായമായ യൂനുസിലെ 57-58 ആയത്തുകളിൽ പറഞ്ഞ പോലെ മൗഇലത്ത്, സതുപദേശത്തിലൂടെ, ശിഫയിലൂടെ അവരെങ്ങനെ മാറ്റിയെടുത്ത് സബൂറായി. നേതാക്കന്മാരിങ്ങനെ ചൂടായിട്ട് നിൽക്കല്ല, നേതാക്കന്മാരിങ്ങനെ അനുയായികളെ കുറ്റം പറഞ്ഞു നിൽക്കുന്നല്ല, പിന്നെയോ ഒക്കെ ശരിയാവും ആ രീതി. അപ്പോ ഈ വെല്ലുവിളി നമുക്ക് ആളുകളോട് നടത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത് അറിയേണ്ടതുണ്ട് അല്ലെ? അപ്പോ ഖുർആനൻ അറബിയൻ, സൂറത്ത് യൂസുഫ് തുടങ്ങുന്നതും പല സൂറത്തുകൾ ആരംഭിക്കുന്നതും ഈ ഖുർആനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എത്ര സൂറത്തുകളുടെ ഖുർആനിൽ? 114. കുറെ സൂറത്തുകളുടെ തുടക്കം നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ ഏതൊക്കെ സൂറത്തുകളാണ് ഖുർആനെ കൊണ്ട് തുടങ്ങിയത്? ഇന്ന് ഏതാ സൂറത്ത് ഓതിയത് 1ാമത്തെ റക്അത്തിൽ? ഇമാമ് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. അരണന്റെ ബുദ്ധിയാണോ മനുഷ്യന്റെ ബുദ്ധിയാണോ? പറയൂ വേഗം, ഉസ്താദിനെ വിളിക്കണം. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തുകൾ. സൂറത്തുൽ കഹ്ഫിന്റെ 1ാമത്തെ ആയത്ത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി അൽകിതാബ് വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ തബാറക്കല്ലദീ അൻസലൽ ഖുർആൻ, അങ്ങനെ ഖുർആൻ കൊണ്ട് തുടങ്ങിയ, കിതാബ് കൊണ്ട് തുടങ്ങിയ സൂറത്തുകൾ ഏതാണ് എന്ന് നമ്മൾ വായിച്ചു. 12ാമത്തെ സൂറത്ത് യൂസുഫ്. അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബ് അൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ. എന്താണ്? ഖുർആനൻ അറബിയ്യൻ. അറബിയല്ല, അറബിയൻ. ലഅല്ലക്കും തഅഖിലൂൻ അല്ലേ? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. സൂപ്പർ കഥകളാണ്. ബിമാ വഹയ്നാ ഇലൈക ഹാദൽ ഖുർആൻ. അപ്പോൾ സൂറത്ത് യൂസുഫിലെ കഥയാണ് ഒറ്റ സൂറത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘമായി പറഞ്ഞ സൂറത്ത്. അതാണ് ആള് യൂസുഫുമാണ്. ഏറ്റവും കൂടുതൽ അധികം വന്ന കഥ ഏതാണ്? ആരതാണ്? മൂസ അലൈഹിസ്സലാമിൻ്റെതാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മൂസ നബിയുടെ സമുദായവും നമ്മളെ സമുദായവും ഏതാണ്ട് ഒരേ മാതിരിയാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു സീരിയസ് ആയിട്ട് പറയാം. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ പറ്റുന്ന ആൾക്കാർ വന്ന് ക്ലാസ് എടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മളും ജൂതന്മാരും തമ്മിലുള്ള സാമ്യം, വ്യത്യാസമല്ല, സാമ്യം. അല്ലാഹു അക്ബർ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണം. അജൂത മനസ്സ് ഒരു കാര്യത്തിലും നമുക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ സൂറത്ത് യൂസുഫിലെ ആയത്തുകൾ, സൂറത്ത് റഅദ് 13ാമത്തെ ആയത്താണ്. അപ്പോൾ 36, 37 ആയത്തുകൾ. വല്ലദീന അതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു ബിമാ ഉൻസില ഇലൈക. നാം ഗ്രന്ഥം നൽകിയ ആൾക്കാർക്കറിയാം ഇത് നിനക്കിറക്കിയ ഖുർആൻ അള്ളാന്റെ പക്കൽ നിന്നാണ് എന്നറിയാം. ആ പ്രതലം ഖുർആൻ കേൾക്കുമ്പോൾ ജൂത ക്രിസ്ത്യാനികളായ പണ്ഡിതന്മാരുടെ കണ്ണുകൾ നിറയുന്നു.
എത്രയോ ആൾക്കാരുണ്ട്. അല്ലാഹു അക്ബർ. പല പാതിരിമാരും പുരോഹിതന്മാരും നബിയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നമ്മുടെ മുസ്ലിയാക്കന്മാർ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാർ സലഫി മസ്ജിദിൽ വരുന്ന ഒരവസ്ഥ ഉണ്ട്. ഇന്ന് വരുന്ന വഴിക്ക് ഒരു പ്രദേശത്തിറങ്ങി കുറെ ഉസ്താദുമാരുമായും നാട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചു. വളരെ ബഹുമാനത്തോടുകൂടി താല്പര്യത്തോടുകൂടി അവർ കേൾക്കുന്നുണ്ട്. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത നാടുകളും നഗരങ്ങളും ഇപ്പോഴും ഉണ്ട്. അത് വഹാബിൻ്റെതാണ്, അത് അവരാണ് ഇവരാണ് എന്ന് പറയാതെ പൊതുവായി കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകണം. അപ്പോൾ ഈ ആളുകൾക്ക്, ചില ആളുകൾക്കൊക്കെ ഈ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ കണ്ണീരിങ്ങനെ വരിക. നമുക്ക് അർത്ഥം കേൾക്കുമ്പോഴാണ് കണ്ണീര് വരുന്നത്. അവിടെ നിന്നൊന്ന് മാറണം. അതാണ് ഈ ക്ലാസ്സുകളുടെ ഈ ക്ലാസ് എടുക്കുന്ന ആളുടെ ഉദ്ദേശം. അതാണ് എന്ത്, അവിടുന്ന് മാറിയിട്ട് ആയത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരു ടച്ച് ഉണ്ടാകാം. അപ്പോൾ ഇവിടെ ഖുർആനൻ അറബിയൻ, അറബിയായ ഖുർആൻ അല്ലെ. അതായത് 36-37 പറയുന്നത് ഹുക്മൻ അറബിയൻ, അറബി ഭാഷയിലുള്ള മതവിധികൾ നൽകുകയാണ്. അല്ലാഹു അക്ബർ. 7-ാമത്തെ അധ്യായമായ ഇറാം 203-ാമത്തെ ആയത്ത്, 204-ാമത്തെ ആയത്തിലാണ് മണ്ടാതക്കണം ഖുർആൻ ഓതുമ്പോൾ എന്ന് പറഞ്ഞത്. ഖുർആന്റെ ക്ലാസ് കാസറ്റ് അങ്ങനെ വെക്കും, എല്ലാം ഉറക്കെ ഇങ്ങനെ ഖുർആൻ ഓതുണ്ടാവും. സംഘാടകരും സദസ്യരും ഇങ്ങനെ വർത്താനം പറയുന്നുണ്ടാവും. മിണ്ടിപ്പോ അല്ലെങ്കിൽ അതിന്റെ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാൻ കഴിയണം. അതിനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാകണം. മയ്യത്തിന്റെ കൂടെ പോകുമ്പോ മിണ്ടാതെ കഴിയോ? ഒന്ന് കഴിയോ? ഉറക്കെ നല്ല പകുതിയൊക്കെ കൈ നല്ല പൊക്കിക്കോളി. അള്ളാഹു, ഈ കൈകൾ അള്ളാഹു കണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പോകുമ്പോ, ഇന്നലെ ഒരു മയ്യത്തിന്റെ കൂടെ പോയി. അപ്പോ ആളുകൾ ഇങ്ങനെ വർത്താനം പറയുന്നു, കുറെ ആൾക്കാർ കെലിമീൻ ചൊല്ലുന്നുണ്ട്. അത് രണ്ടും ഇല്ലാത്തതാണ്. ഒന്ന് വിദഗ്ധാണ്, ഒന്ന് തെറ്റാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം. ആരോട്? കഴിയുന്ന ആൾക്കാരോടൊക്കെ കേട്ടാ. കാരണം മിണ്ടാതെ പോവുക. മരണം അടുത്തത് നമ്മുടെ മയ്യിത്താണ്. ഇന്ന് ഞാൻ നാളെ നീ, ഇല്ലേ? ഇന്ന് ഞാൻ നാളെ. അതുകൊണ്ട് ആ മയ്യത്ത് കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ പോകുന്ന രംഗം, ഈ കണ്ട് കാണപ്പെട്ട എല്ലാം അവസാനിക്കുകയാണ്. അത് വേറെ ആരോ കൈകാര്യം ചെയ്യാൻ. ആ കസേരയിൽ വേറെ ആരോ, 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ആ ബെഡിൽ വേറെ ആരോ, ആ കുളിമുറിയിൽ വേറെ ആരോ ഭാര്യയുടെ ഭർത്താവായി വരുന്നു. ആ മക്കളുടെ കൂടെ വേറെ ആരോ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊരു ഭാഗത്ത്. അതൊക്കെ എന്തായാലും ശരി, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ അറിയില്ല. എന്നാൽ ആ ഖബറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, അവിടെ വരുന്ന ചോദ്യം, അതിനുശേഷം നല്ല മനുഷ്യനാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സ്വർഗത്തിന്റെ വിരിപ്പ്, സ്വർഗത്തിന്റെ സുഗന്ധം. അല്ലാഹുവേ, അത്തരം ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. അതല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരക്ഷയടി, വലത്തെ വാരിയല്ലും ഇടത്തെ വാരിയല്ലുകളും തമ്മിൽ പണയുകയാണ്. ആ ശബ്ദം മനുഷ്യനും ജിന്നും കേൾക്കൂല, ബാക്കിയൊക്കെ കേൾക്കും. അങ്ങനെയുള്ള ആരംഗം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരണം. അപ്പോ 204-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? മിണ്ടരുത്. 203-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള കാഴ്ചകളാണ്, ഉൾക്കാഴ്ചയാണ്. ശരി. അപ്പോൾ അത് 6-ാമത്തെ അധ്യായമായ അൻആമിലെ 104-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. ഖദ് ജാഅക്കും ബസ്സായിറു മിർ റബ്ബിക്കും ഫമൻ അബ്സറ ഫലിനഫ്സിഹി വമൻ അമിയ ഫഅലൈഹാ. ആരാണോ കാണുന്നത് അത് അവന് വേണ്ടിയാണ്, ആര് അന്ധമാകുന്നുവോ അത് അവനെതിരാണ്.
അല്ലാഹു അക്ബർ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എത്ര പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടാലും നമുക്കത് കൂടുതലല്ല, അല്ലേ? ഇന്നലെ ചായ കുടിച്ചില്ലേ? ഇന്നും കുടിച്ചു, നാളെ കുടിക്കും. എത്ര കാലമായി ചായ കുടിക്കണം എന്ന് പറയോ? ഇല്ല. ഉമ്മ ഇന്നലെ ഇന്നുണ്ട്. നമുക്ക് ഉമ്മാനെ മടുക്കുവോ? ഇല്ല. ഇത് ഉമ്മാണ്. ഖുർആൻ ഉമ്മുൽ കിതാബ് ഇല്ലേ? ലോകത്തുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും സാരസത്ത. അപ്പോൾ ഈ ബസീറ, നമ്മുടെ മനസ്സിന് ഉൾക്കാഴ്ച നൽകുന്ന, ഇൻസൈറ്റ് നൽകുന്ന ഖുർആൻ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിയോടെയാണ് ഇറക്കിയത്. 17-ാമത്തെ അധ്യായം 82-ാമത്തെ ആയത്ത് ഇസ്രാ. ഈ ഖുർആൻ പോലെയുള്ളതൊന്നും കൊണ്ടുവരാൻ മനുഷ്യവർഗം മുഴുവൻ ശ്രമിച്ചാലും, ജിന്നുവർഗം മുഴുവൻ ശ്രമിച്ചാലും അതുപോലുള്ള ഒന്നും കൊണ്ടുവരൂല, കഴിയില്ല. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഇത് അല്ലാഹു നിലനിർത്തിയിരിക്കുകയാണ്. ഇത് മെല്ലെ ഇങ്ങനെ നടക്കുക. ഒരു സൂറത്തൊന്നായിട്ട് ഇറങ്ങി, വലിയ കുറേ ആയത്തുകളുടെ സൂറത്തൊന്നായിട്ട് ഇറങ്ങി, ചെറിയ സൂറത്തിറങ്ങി, ഒരായത്തിറങ്ങി, ഒരു ആയത്തിന്റെ കഷ്ണമായ മിനൽ ഫജ്ർ എന്ന 2 വാക്കിറങ്ങി. അപ്പോ ഖുർആൻ മുസാഫ് എത്ര കനണ്ടം അല്ലേ? ഇത് നമ്മൾ പറഞ്ഞതാണ്. മുസാഫ് ഒരു കാക്കിയിലുണ്ടാവും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നപ്പോ തൊടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചു. സത്യമല്ല, ചെറുപ്പക്കാരി, യുവതിയാണ്, ആരോഗ്യവതി. അത്രയും കനമുണ്ട്. ഈ കനം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് കേട്ടു. അത് പർവ്വതത്തിന്റെ മുകളിലിറങ്ങുകയാണെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്ന്. അപ്പോ ഇത് മെല്ലെ കുറേശ്ശെയായിട്ടാണ് 17-ാമത്തെ അധ്യായമായ 105, 106 ആയത്തുകളിൽ അല്ലാഹു അരുളി നമ്മളങ്ങനെ കഷ്ണമായിട്ട്, ഭാഗമായിട്ട് അങ്ങ് ജനങ്ങൾക്ക് സാവകാശം ഓതിക്കൊടുക്കാൻ അല്ലേ? അല്ലാഹു അക്ബർ. 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 1-ാമത്തെ ആയത്ത് 25:1. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാൻ. അല്ലാഹു അക്ബർ. അപ്പോ ഇനി നമുക്ക് ഈ ആയത്തുകളെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. ഈ ഖുർആനെ നമുക്ക് ഇറക്കി തന്നപ്പോൾ നമ്മുടെ കടമ എന്താണ്? ഒന്ന് ഓതുകയാണ്. ഒന്നെന്താണ്? ഓതുക. 2 വായിക്കുകയാണ്, അഥവാ അർത്ഥം പഠിക്കുക. 3 നടപ്പാക്കുകയാണ്. 4 പ്രചരിപ്പിക്കുകയാണ്. 5 നിലനിർത്തുകയാണ്. 5 കാര്യങ്ങൾ. അല്ലാഹുവേ കേൾക്കണം. എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് ഈ 5 കാര്യങ്ങളിൽ ഒരു വിഷയം ഇപ്പോൾ പറയുകയാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീന്റെ പക്കൽ നിന്നുള്ളതാണ്. നസല ബിഹി റൂഹുൽ അമീൻ. ആരാ റൂഹുൽ അമീൻ? ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രായീൽ എന്നും പറയും റിപ്പോർട്ടുകളിൽ. ജിബ്രായീൽ. നസല ബിഹി റൂഹുൽ അമീൻ. അതൊക്കെ അവർക്ക് വേഗം മനസ്സിലാവും. ബറക്കത്ത് ബിൻ നൗഫൽ എന്താ പറഞ്ഞത്? ഇത് ഈ ആള് ഗുഹയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ദിവസം നിന്ന് ഭാര്യ പറഞ്ഞില്ല പോണ്ടാന്നൊന്നും അല്ലേ? അവിടുന്ന് പേടിച്ചരണ്ട് പനിച്ച് വറച്ച് വന്നപ്പോ അതിന്റെ വിശദീകരണം ചോദിക്കാൻ എവിടെ പോയി? ബറക്കത്ത് ബിൻ നൗഫൽ. എന്താണ് അയാൾ? അദ്ദേഹം ക്രിസ്ത്യൻ
പണ്ഡിതനാണ്, ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞ ഇത് നാമൂസ് തന്നെയാണ്, അഥവാ മൂസാ നബി അലൈഹി സ്വലാമിന് വന്ന ജിബ്രീൽ തന്നെയാണ്. അട്ടക്കുന്ന തന്നെ പറഞ്ഞു, ആ നിൽക്കന്നെ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ലക്ഷണം കൊണ്ട് മനസ്സിലായി. അവരൊക്കെ കാത്തിരിക്കുകയാണ് ഒരു നബിയെ, അവരൊക്കെ കാത്തിരിക്കുകയാണ് ഒരു നബിയെ. അവർക്കറിയാവുന്ന ആള് വന്നപ്പോൾ അവർ നിഷേധിച്ചു. ഇത് സിഹ്റാണ്. കാരണം അവരെ കൂട്ടത്തിലല്ല വന്നത്. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർക്കൊക്കെ പുതുതായി കള്ളുകുടിയനായിരുന്ന അല്ലെങ്കിൽ മോശമായിരുന്ന ഒരാൾ നിർത്തി മസ്ജിദിലെങ്ങാനും വരികയാണെങ്കിൽ ചില ആൾക്കാരെ നോക്കും, ഒരു നോട്ടം, ചിരിച്ച് സ്വാഗതം പറയാം, വാങ്ങിക്കും, എന്താ വിശേഷം എന്നല്ലാതെ. അപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാനുള്ള ഒരു കാരണം അവരുടെ വെറുപ്പ്, അവരുടെ വിദ്വേഷം. ഞങ്ങളാളല്ല, ഒരു സത്യം ഒരാൾ പറഞ്ഞാൽ അത് സത്യമാണ്. ആരായാലും ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണെങ്കിലോ കുടുംബല്ല, മക്കളൊന്നുമില്ലല്ലോ, ആ മക്കളൊന്നുമില്ലല്ലോ, അല്ലെ? പിന്നെയോ അനാഥനാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തട്ടി നോക്കാൻ നോക്കുകയാണ്, തട്ടി അകറ്റാൻ നോക്കുകയാണ്. നമുക്ക് അങ്ങനെ ഉണ്ടാകരുത് കേട്ടോ. അനാഥനായ ആളായാലും ആൺമക്കളില്ലാത്ത ആളാണെങ്കിലും പണക്കാരനല്ലെങ്കിലും ശരി, നമുക്ക് സത്യം സത്യമാണ്. അള്ളാഹു അക്ബർ. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ അറിയിപ്പ് എന്താണ്? അവലം ബനൂ ഇസ്രായീലിലെ അറിവുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഇസ്രായേൽ മക്കളുമായി, അവിടുത്തെ പണ്ഡിതന്മാരുമായി, അഹ്ലു കിതാബിന്റെ ആൾക്കാരുമായി ബന്ധപ്പെടുന്ന എന്തിനാണ്? അവർക്ക് വേഗം മനസ്സിലാവും. ഈ ആയത്തുകളുടെ തുടക്കമാവുമ്പോൾ തന്നെ, ഈ ആയത്തുകളുടെ വിഷയമാവുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ? ബൈബിളും ഖുർആനും യോജിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കേന്ദ്രം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്, ബൈബിളും ഖുർആനും ഇണങ്ങിയും പിണങ്ങിയും. വായിച്ചിട്ടുണ്ടോ? നോക്കണം കേട്ടോ, ലൈബ്രറിയിൽ പോയിട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ അവർ അലി അബ്ദുൽ റസാഖ് മൗലവി റഹിമഹുല്ലാഹ്. ശരി, ഇനി നമ്മുടെ കടമയിലേക്ക് കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദ് 47-ാമത്തെ അധ്യായമായ സൂറത്ത് മുഹമ്മദ് 47, 24, 4:82, നിസാ 82, 38, 29 എന്താ പറയുന്നത്? അവര് ഖുർആൻ ഉറ്റാലോചിക്കുന്നില്ലേ? തദബ്ബുറുൽ ഖുർആൻ ഒക്കെ നമുക്കിപ്പോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നില്ലേ? ചില ആൾക്കാരൊക്കെ ക്ലാസ് എടുക്കുന്നില്ല മധുര മനോഹരമായി, അല്ലേ? അത് നമുക്ക് ഓരോരുത്തർക്കും ഓത്ത് കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാം കടലിൽ എറിയപ്പെട്ടതും അവിടുന്ന് കരയിലേക്ക് തുപ്പപ്പെട്ടതും അവിടെയുള്ള സംഭവങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ആയത്ത് ഇമാം ഓതിയത്. അപ്പൊ ആ ചരിത്രത്തിലൂടെ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നമ്മളെത്തണം. വെറും ശബ്ദമല്ല, വെറും അക്ഷരമല്ല, ഇത് ജീവനാണ്, ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. എന്തിനാ ഈ ചരിത്രത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്? മതി, ഇവര് നന്നാവൂല എന്ന് പറഞ്ഞിട്ട് പ്രസംഗ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിർത്തിയ ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവൂലേ? സംഘടന അങ്ങനെയായില്ലേ, ഇങ്ങനെയായില്ലേ, അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞവരുണ്ടാവൂലേ? അവരോടാണ് പറയുന്നത്, നീ മീൻകാരനെ പോലെ ആകരുത്. നമ്മളെ കൂടെ ഒരുപറ്റി വലിയ ചില ആൾക്കാരാണ് ചെയ്യാം, ഞാനില്ല, നിങ്ങളൊക്കെ ആദ്യം ശരിയായി വരും, യോജിച്ചു വരുന്നത് വലിയ ആളാണ്. ആ വലിയ ആളായ വലിയവരുടെ വലിയ ആളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, വലാ തകുൻ കസാഹിബിൽ ഹുദ്ദി, നീ ആ മീൻകാരനെ പോലെ ആകരുത്. അല്ലാഹു അക്ബർ. എത്ര കഠിനമായ വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? വലാ തകുൻ കസാഹിബിൽ ഹുദ്ദി, നീ മീൻകാരൻ യൂനുസ് നബി അലൈഹിസ്സലാം
കസ്വാഹിബിൽ ഹുത്ത് ഫസ്ബിർ ലിഹുക്മി റബ്ബിക. റബ്ബിന്റെ തീരുമാനം വരുന്നത് വരെ നീ ക്ഷമിക്ക്. തല്ലിങ്ങനെ കൊള്ളുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തടസ്സങ്ങൾ ഇങ്ങനെ വരികയാണ്. അനുയായികൾ ഇങ്ങനെ മരിച്ചു വീഴാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ. അബൂ ത്വാലിബ് ഉണ്ടായതുകൊണ്ട് നബിയെ ഒന്നും ചെയ്യുന്നില്ല, ഖദീജ ബീവി ഉണ്ടായത് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ 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 ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ റബ്ബ് പറയുകയാണ്, 68-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖലം 48, 68, 48. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹുത്തി. നീ ആ മീൻകാരനെ പോലെ ആകരുത്. എത്ര ശക്തമായ കാര്യം. ആ ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ യൂനുസ് നബിക്ക് എന്താ സംഭവിച്ചത്? യൂനുസ് നബി അലൈഹിസ്സലാം ഇനി ആരും നന്നാകൂലാൻ തോന്നിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോരാണ്. ഇവിടുന്ന് ഏൽപ്പിക്കപ്പെട്ട പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് രാജിവെച്ച് പോരുകയാണ്. അല്ലാഹു അക്ബർ. പോരാൻ പാടുണ്ടോ? ഇല്ല. ഏതാ സൂറത്ത്? ഏതാ? അംബിയ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുകയാണ് ആ കഥ. ദേഷ്യം പിടിച്ചു പോരാണ്. എനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. പക്ഷേ അവസാനം എവിടെത്തി? ഇരുട്ടുകളിൽ അദ്ദേഹം വിളിച്ചു റബ്ബിനോട്. 3 ഇരുട്ടുകൾ: കടലിന്റെ ഇരുട്ട്, തിരമാലകളുടെ ഇരുട്ട്, അടിയുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ ഇരുട്ട്. അല്ലാഹു അക്ബർ. 21-ാമത്തെ അധ്യായമായ അംബിയയിലെ 87-ാമത്തെ ആയത്ത്. അല്ലാഹു അക്ബർ. കേട്ടോ, ആ ചരിത്രം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരിക. പിന്നെ നമുക്ക് പോകാൻ കഴിയോ? അതിരിക്കാൻ കഴിയോ? ഇല്ല. 4 കാര്യങ്ങളാണ് ബാങ്ക് കൊടുക്കുമ്പോൾ ചെയ്യാനുള്ളത്. 1, ഏറ്റുപറയുക. 2, സ്വലാത്ത്. 3, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ. 4, ദുആ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 82-ാമത്തെ ആയത്ത്, 38-ാമത്തെ അധ്യായമായ സൂറത്തു സ്വാദിലെ 29-ാമത്തെ ആയത്ത്, 47-ാമത്തെ അധ്യായമായ സൂറത്തായ മുഹമ്മദിലെ 24-ാമത്തെ ആയത്ത്. എന്താ പറയുന്നത്? നിസായിലായത്തും മുഹമ്മദിലായത്തും ഏതാണ്ട് ഒരേ മാതിരിയാണ്. അഫല ശരിയാണ്. യതദബ്ബറൂനൽ ഖുർആൻ. അഫല യതദബ്ബറൂനൽ ഖുർആൻ. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി. അവർ ഖുർആൻ ഉറ്റാലോചിക്കുന്നില്ലേ? ഉണ്ടോ? തോന്നുന്നുണ്ട് അല്ലെ? അർത്ഥം കേൾക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്. കുറച്ചുകൂടി വേണം ഉറ്റാലോചിക്കുക. തദബ്ബുർ. അല്ലാഹുവേ അനുഗ്രഹിക്കട്ടെ. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ വലൗ കാന മിൻ ഇൻദില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ബാക്കി എന്താ പറയുന്നത് നിസായില്? അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല എങ്കിൽ വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ധാരാളം വൈരുദ്ധ്യങ്ങൾ. 23 കൊല്ലം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. യുദ്ധത്തിലും സമാധാനത്തിലും സന്ധിയിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപെടലിലും നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും
യാത്രയിലും എല്ലാം രാവും പകലുമായി വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബ, എതിരാളികൾ, ലോകം, ഇതെല്ലാം ഉണ്ടായിട്ട് ഖുർആനില് ഒരു വൈരുദ്ധ്യം കാണുന്നില്ല, എവിടെയും മുഴച്ചു വെക്കുന്നില്ല, എവിടെയും പതറിച്ചുതലെടുക്കുന്നില്ല. അല്ലാഹു അക്ബർ. അപ്പോ അതാണ് ഒന്ന്. രണ്ടാമത്തത് മുഹമ്മദിൽ പറയുന്നത് ഏതോ ഹൃദയങ്ങളിൽ പൂട്ടുണ്ടോ, ഇവിടെ വേണ്ട എന്ന്. ചില ആയത്ത് കേൾക്കുമ്പോ അത് ശരിയായില്ല, അത് ശരിയായില്ല, അങ്ങനെയൊന്നും അള്ളാഹ് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നിങ്ങനെ. ചിലതാവുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ, നമുക്ക് ചെയ്യാൻ കഴിയാത്തതാണോ എന്ന് തോന്നുന്നത്. ചിലത് നമ്മളുടെ പ്രവൃത്തിക്ക് എതിരാണല്ലോ, അത് നമ്മളോടാണ് തോന്നൽ, അത് നമുക്കെതിരാണല്ലോ, നമ്മളെ കുറിച്ചാണല്ലോ, ഇല്ലേ? എന്തായാലും ശരി, പൂട്ടിടല. ആ പൂട്ടൊന്ന് പൊട്ടിച്ച്, എല്ലാരും മനസ്സിന്റെ പൂട്ടൊന്ന് പൊട്ടിച്ച്, ഖുർആനിന്റെ നേരെ അടച്ച് വാതിലടച്ച് പൂട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ വന്നത്. എല്ലാവരോടും പറയാം, കൂട്ടൊന്ന് പൊളിക്കി നമ്മുടെ അകത്ത് കയറി ഇസ്ലാമിന്റെ ഗേറ്റ് കടന്ന്, ഇസ്ലാമിന്റെ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് വന്ന് ബിൽഡിങ്ങിന്റെ അകത്തേക്കൊന്ന് കയറി ഇതിന്റെ ആ മധുരമനോഹരമായ അതൊക്കെ ഒന്ന് കണ്ട് ഇതിന്റെ തണുപ്പും ആശ്വാസവും അനുഭവിച്ച് ആസ്വദിച്ച് ഇനിയില്ല. ഖുർആൻ സ്വാദിൻ എന്താ പറഞ്ഞത്? അതിന്റെ ആയത്തുകൾ ഉറ്റു ആലോചിക്കാൻ വലിയ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവന്മാർ ഓർമ്മിക്കാൻ. 3 ആയത്തുകളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓതിയത്. ഇനിയുമുണ്ട് കേട്ടോ, ഒരുപാട് ആയത്തുകളുണ്ട്. നമ്മളെ ഇളക്കി മറിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഉദിപ്പിക്കുന്ന, വെളിച്ചം നൽകുന്ന, വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് ആയത്തുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ആശയമാണ് ഖുർആൻ നമുക്ക് നൽകുന്ന കൽപ്പന. ഇതാണ് നമ്മുടെ ബാധ്യത, ഇതാണ് നമ്മുടെ ബാധ്യത, ഇതിനാണ് നമുക്ക് സമയം ഉണ്ടാകേണ്ടത്. അപ്പോ ഒരു ആയത്ത് മാത്രമല്ല, ഒരായത്തിന്റെ കഷ്ണത്തിൽ ആലോചിക്കാറുണ്ട്, ഒരു വാക്കിൽ ആലോചിക്കാറുണ്ട്, ഒരക്ഷരത്തിൽ ആലോചിക്കാറുണ്ട്, ഒരക്ഷരത്തിൽ ആലോചിക്കാറുണ്ട്. അപ്പൊ അതിന് എന്ത് വേണം? ഇമാം സുദൈസ് ഹഫിളഹുല്ലാ കരയുമ്പോൾ നമ്മൾ കരയാറുണ്ട്, ഉണ്ടോ ഇല്ലേ? അല്ലേ? നമ്മളെ ആളുകൾ ആരെങ്കിലും ഒക്കെ ഖുർആൻ ഓതിയിട്ട് കരയുമ്പോൾ നമ്മൾ കരയാറുണ്ട്. നമ്മൾ ഓതുമ്പോൾ നമ്മൾ കരയുന്നത് അർത്ഥം അറിഞ്ഞാകുമ്പോഴാണ് യഥാർത്ഥ കരച്ചിലായി മാറും. അല്ലെങ്കിൽ നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും, അള്ളാന്റെ ഖുർആനാണല്ലോ, അല്ലേ? ഉണ്ടോ ഇല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് റെഡിയാകാനുണ്ട്, അല്ലേ? അപ്പോ ആ ഒരു നിലവാരത്തിലേക്ക് എത്തണം. അപ്പൊ അർത്ഥം ശരിക്കും പഠിക്കണം. 3 ആയത്തുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 1 2:43, 2 3:43, 4 3 4:43, ബഖറ 43, ആല ഇമ്രാൻ 43, നിസാ 43. ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കണം, ഒറ്റക്കല്ല. ഇന്ന് സുബൈക്ക് വരാത്ത മക്കളുണ്ടോ, മസ്ജിദിലെത്താത്ത? അവരോട് പറയണം 2 ആല ഇമ്രാൻ 43, മറിയമേ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കും, മറിയം. 3 നിസാ 43 പറഞ്ഞത് നിസ്കാരത്തോട് അടുക്കരുത്. ഇതുവരെ പറഞ്ഞെന്താ? വരണം വരണം വരണം. ഇനിയിപ്പോ എന്താ പറഞ്ഞത്? വരണ്ടായിരുന്നു. സുക്കാറ, ലഹരിക്കാരായിരിക്കെ. കള്ളുടിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടോ? നിസ്കരിക്കാൻ വരണ്ട. വരണ്ട, നിസ്കരിക്കാൻ വരണ്ട.
മദ്യനിരോധനത്തിന്റെ ഒരു ഘട്ടമാണ്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ. കണ്ടീഷൻ എന്താണ്? ഓതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം, നിസ്കാരം മനസ്സിലാകണം. അല്ലാഹു അക്ബർ. ഖുർആന്റെ പടച്ചോന് ഖുർആൻ മുഖേന പടച്ചോൻ നമുക്ക് നൽകുന്ന മഹത്തായ ഒരു സദ്യയാണ് ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ റബ്ബ് എന്താ പറയുന്നത്? ഹമീദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഇത് നമ്മൾ തന്നെയാണോ? റബ്ബ് പറയാൻ ഇത് നമ്മൾ തന്നെയാണോ? നമ്മുടെ വക്ക് പൊട്ടിയ വരണ്ട വിണ്ട് കീറിയ ഈ ഫാത്തിഹ തന്നെയാണോ? നമ്മുടെ നിസ്കാരം തന്നെയാണോ? അല്ലാഹുവേ അനുഗ്രഹിക്കണം. റബ്ബ് പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നെഞ്ഞത്ത് കൈവെക്കുന്നത്. നമ്മൾ നെഞ്ഞത്തിനല്ലേ കൈവെക്കാറുള്ളത്? അതോ നെഞ്ഞിന് താഴെയാണോ? നമ്മൾ ഓതിയത് റസൂലുള്ളാഹിന്റെ ഗ്രന്ഥമാണോ അതല്ല വേറെ ഏതെങ്കിലും ഇമാമുകളുടെ ഗ്രന്ഥമാണോ? റസൂൽ എവിടെ കൈകെട്ടിയത്? നെഞ്ഞത്താണ്. ഓവറാകണ്ട, കഴുത്ത് കെട്ടണ്ട. ബുഖാരി 631 നബി നിസ്കരിച്ച പോലെ നിസ്കരിക്കണം, അല്ലെ? പഠിച്ചതാണ്. അപ്പോ നിസ്കരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ എന്റെ അടിമ എന്നെ പ്രശംസിച്ചിരിക്കുന്നു എന്ന് റബ്ബ് പറയാം. നമ്മുടെ പോസ്റ്റ് കേട്ടിട്ട് നമ്മൾ തന്നെയാണോ? റബ്ബ് തന്നെയാണ്. നമ്മളാകണം, വേണ്ടേ? 3 മാലിക് യൗമിദ്ദീൻ, കൂലി ദിവസത്തിന്റെ ഉടമസ്ഥനായ എന്ന് പറയുമ്പോൾ പരലോകത്തെ ഓർത്ത് നമ്മൾ അങ്ങനെ പറയുകയാണ്. അപ്പൊ റബ്ബ് പറയുകയാണ് മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. 4 എന്താ 4? ബാക്കി പറയാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു. അപ്പോ ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഉടമ്പടിയാണ്. അല്ലാഹു അക്ബർ. റബ്ബുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ട് വരികയാണ്. ഇനി കരാറിൽ ഒപ്പിടാൻ പോവുകയാണ്. എത്ര സുന്നത്ത് നിസ്കരിച്ചാലാ മതിയാകുക? കാരണം റബ്ബ് നമ്മളെ മുമ്പിൽ നിൽക്കുക, റബ്ബ് നമ്മളോട് നമ്മളെ കുറിച്ച് സംസാരിക്കുക. അതാരൊക്കെ കേട്ടു? അല്ലാഹു അക്ബർ. ശരി. 6 ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ, ആമീൻ എന്ന് പറയുമ്പോൾ റബ്ബ് പറയുന്നു ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഉടമ്പടിയാണ്. അവൻ എന്താണോ ചോദിച്ചത് അത് ഞാൻ കൊടുക്കും. എന്താ ചോദിച്ചത്? സിറാത്തുൽ മുസ്തഖീമിലൂടെ എന്നെ, ഞങ്ങളെ, എത്ര ആളെ? കോടിക്കണക്കിന് ആൾക്കാരെ, അല്ലെ? ഞങ്ങളെ നയിക്കണേ എന്നാണ്. അപ്പോ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതുവരെ നമ്മളുടെ നിസ്കാരം പോലെയല്ല ഇനി ഇൻഷാ അല്ലാഹ്, അല്ലെ? അങ്ങനല്ലേ? അപ്പൊ ഇതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന റബ്ബുമായുള്ള ബന്ധം, അതാണ് ഫാത്തിഹ. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാം. എന്താ പറഞ്ഞത്? ഈ കടമ തദബ്ബുർ, ഉറ്റാലോചിക്കുക. അതിനെന്ത് വേണം? അർത്ഥം അറിയണം, ആശയം അറിയണം, അതിലെ വിധി വിലക്കുകൾ അറിയണം, അതിലെ താക്കീതുകളും സുവാർത്തകളും അറിയണം, ചരിത്രം അറിയണം, ഉപദേശം അറിയണം, അതിലെ സാഹിത്യവശം അറിയണം. അപ്പോ ഒരുങ്ങല്ലേ? ഒരുങ്ങല്ലേ? അപ്പോ ഒരു വയോജന അറബിക് കോളേജ് ഉണ്ടാക്കുക, നമ്മളെല്ലാവരും അതിലെ സ്റ്റുഡൻസ് ആവുക, മക്കളും ഭാര്യയും ഭർത്താവും ആങ്ങളെയും പെങ്ങളും കൂട്ടുകുടുംബാദികളും എല്ലാം അതിൽ മെമ്പർമാരാവുക, പഠിക്കുക, സ്റ്റുഡൻസ് ആവുക. അതൊരു യൂണിവേഴ്സിറ്റിയായി മാറും. അൽ മനാർ, പ്രകാശത്തിന്റെ വിളക്കുമാണ്, പ്രകാശഗോപുരം. എന്നിട്ട് നമ്മൾ ഓതുമ്പോൾ
അതിന്റെ മാധുര്യം, അതിന്റെ ഗാംഭീര്യം എല്ലാം നമുക്ക് കിട്ടും. ഇത് ഒരു വസ്തുതയാണ്. ഈ വസ്തുതയിൽ നിന്ന് പിറകോട്ട് പോകരുത്. ഈ ഖുർആന്റെ അർത്ഥം പഠിക്കും, മനസ്സിലാക്കും. ഓരോ ആയത്ത് ഓതുമ്പോഴും പ്രിയപ്പെട്ട ബാപ്പയെ ഓർമ്മ വരികയാണ്. നാട്ടിൽ നല്ല ടോപ്പ് മാർക്ക് കിട്ടിയിട്ടും സയൻസിനും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനും വിടാതെ അറബി കോളേജിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ഇപ്പോൾ ഈ മിമ്പറിന്മേൽ നിൽക്കുന്നു. അള്ളാഹുവേ ബാപ്പാക്കും ഉമ്മാക്കും അനുഗ്രഹം ചെയ്യണം. കഷ്ടപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നത്. വസ്ത്രം ധരിക്കാനില്ലാത്ത അവസ്ഥകൾ, ഭക്ഷണം കഴിക്കാനില്ലാത്ത ദിനരാത്രങ്ങൾ, അതിൻ്റെ എല്ലാം ഫലം, മധുരതരമായ ഫലം എന്ന് അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾ ഇവിടെ കയറണം, നമ്മുടെ മക്കൾ ഇവിടെ കയറണം, മരുമക്കൾ ഇവിടെ കയറണം, പേരമക്കൾ ഇവിടെ കയറണം. ആദ്യം നമ്മൾ അതിന് തുടക്കം കുറിക്കണം. ഈ അടച്ചിട്ട വാതിലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തുറക്കാം. അപ്പോ ഖുർആൻ നമ്മളെ വിളിക്കുന്നുണ്ട്. ആ ഖുർആനിലേക്ക് നമ്മൾ വരണം. ആ ഖുർആന്റെ യാതൊരു തരത്തിലുള്ള ഭംഗിയും നഷ്ടപ്പെടരുത്. അപ്പൊ അതിന് ആ അട്ടിയട്ടിയായി വെച്ചിട്ടുള്ള മുസ്ഹഫുകൾ നമുക്ക് എല്ലാവർക്കും ഓതാനുള്ളതാണ്. അതിന്റെ പരിഭാഷകൾ വായിക്കാനുള്ളതാണ്, വ്യാകരണം പഠിക്കാനുള്ളതാണ്. ആ നിലക്ക് നമുക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ഭാഗത്ത് നമുക്കിന്ന് നിർത്താം. നമ്മളെ ഈ ഹൃദയം സരളമായ, വളരെയേറെ ചിന്തകൾ കൊണ്ട് കനം തൂങ്ങി നിൽക്കുന്ന ഈ മനസ്സുമായി നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകാം. അള്ളാഹു അനുഗ്രഹിക്കണം. പുറത്ത് സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തിയ ചുങ്കത്തറ നജാത്തുൽ അനാം അറബി കോളേജ് ഓർഫനേജിന്റെ കലണ്ടർ സൗജന്യമാണ്. അതില് അഡ്രസ്സും മറ്റോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം പോലെ നിങ്ങളുടെ സംഭാവനകൾ അങ്ങോട്ട് അയക്കുക. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നതിന് കുഴപ്പമില്ല, സൗജന്യമാണ്. ഒന്നല്ല, വേണമെങ്കിൽ 2 or 3 എടുക്കാം. എല്ലാവർക്കും തികയുമെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ. ഒന്നെടുത്തിട്ട് പിന്നെ വേഷം മാറിയിരിക്കുക, ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. തൂക്കണം. അത് വായിക്കാനുള്ളതാണ്. കലണ്ടർ സാധാരണ നോക്കാനുള്ളതാണ്, ഈ കലണ്ടർ വായിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയ പച്ച എന്താ അടയാളപ്പെടുത്തിയത്? സുന്നത്ത് നോമ്പുകളാണ്. അതിൽ ചില നക്ഷത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒക്കെ നോക്കുക. എന്നിട്ട് സുന്നത്ത് നോമ്പുകളൊക്കെ തുടങ്ങുന്നുണ്ടാവും, തുടങ്ങിയിട്ടുണ്ടാവും, തുടങ്ങുക. വീടുകളിൽ, നാടുകളിൽ, നഗരങ്ങളിൽ എല്ലായിടത്തും നമ്മുടെ കലണ്ടറുകൾ എത്തണം. അത് വായിച്ചതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. പണമില്ലാത്തത് കൊണ്ട് പഠിക്കാതിരിക്കേണ്ട എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. അതുകൊണ്ട് ഏതെങ്കിലും കുട്ടികൾ പഠിക്കാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ അറബി വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കാവുന്ന നജാത്തുൽ അനാമിലേക്ക് കുട്ടികളെ അയക്കുക. അതിന്റെ സ്പോൺസർമാരായി, അതിന്റെ ചൂണ്ടുപലകകളായി, അതിന്റെ വിളക്കുമാടങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുക. അപ്പോൾ പോകുമ്പോൾ എടുക്കാൻ മറക്കണ്ട. അത് ചുരുട്ടി എവിടെയെങ്കിലും മറക്കും വേണ്ട, നേരെ കൊണ്ടേക്ക് തൂക്കുക. അൽമനാറ കലണ്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിന്റെ അപ്പുറത്ത് തൂക്കുക. അള്ളാഹുവേ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലവരിൽ അള്ളാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാണ്. നഷ്ടപ്പെട്ടു പോയ നാളുകളും മാസങ്ങളും കൊല്ലങ്ങളും അള്ളാഹുവെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അറിയാതെ ഓടിപ്പോയ ആയത്തുകൾ അള്ളാഹുവെ അറിഞ്ഞോതാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ഖുർആന്റെ അർത്ഥവും ആശയവും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ റബ്ബേ അനുഗ്രഹിക്കണം. കടകളിലേക്ക്, വീടുകളിലേക്ക്, കല്യാണ വീടുകളിലേക്ക്, വസ്ത്രങ്ങളിലേക്ക്, ഭക്ഷണത്തിലേക്ക് അള്ളാഹുവെ ഖുർആൻ നൽകി എത്തിക്കുമാറാകണേ. പരസ്പരം സംസാരിക്കുമ്പോൾ ഖുർആൻ ഓതുന്ന ഒരു ചങ്ങാത്തത്തിലേക്ക് അള്ളാഹുവെ ഞങ്ങളെയും ഖുർആനെയും എത്തിക്കുമാറാകണേ. പാപികളാണ് പരസ്പരനെ പുറത്തു തരണേ, പാവങ്ങളാണ് ശക്തി പകരണേ. കൂടുതൽ സമ്പത്ത് നൽകിയും കൂടുതൽ സന്താനങ്ങൾ നൽകി ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ. ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ബർക്കത്തുള്ള ജീവിതം പ്രദാനം ചെയ്യണം. ഈ മസ്ജിദിലേക്ക് ജനഹൃദയങ്ങളെ നീ ആകർഷിക്കണമേ റബ്ബേ. പഠിക്കാനുള്ളൊരു കേന്ദ്രം അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കി തരുമാറാകണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ റബ്ബേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله
على خاتم الأنبياء والمرسلين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.